Hello. Welcome to market discussion of the day. Today, February 11th, 2025, Tuesday ആണ്. സോ നമ്മൾ എല്ലാ ദിവസത്തെയും പോലെ ഫണ്ടമെൻ്റൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്ന് കലണ്ടർ ബേസ് ചെയ്തിട്ടുള്ള ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, സോ പക്ഷേ വേൾഡിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഗോൾഡിൻ്റെ വില ഇന്ന് നമ്മൾ രാവിലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെയൊക്കെ ഈ ഒരു 2906 എന്ന് പറയുന്ന ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഇന്ന് 2942 വരെ മാർക്കറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരുപാട് കാര്യങ്ങൾ വേൾഡിൽ പൊളിറ്റിക്കലായിട്ട് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ആക്ച്വലി അത്രയും വലിയൊരു ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഗോൾഡിൽ ഉണ്ടായത്. ഓക്കെ, സോ മാർക്കറ്റ് ഡിസ്കഷന് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മളുടെ പുതിയ ബാച്ച് കഴിഞ്ഞ ആഴ്ച സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത ബാച്ച് അടുത്ത ആഴ്ച, ഓക്കെ, 17th of February 2025 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. 2 ബാച്ചായിട്ട് ഫ്രീ ഫോറക്സ് ട്രേഡിംഗ് കോഴ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രാത്രി 7:30 മണിക്കും 10 മണിക്കുമായിട്ട് 1 മണിക്കൂർ വരുന്ന ക്ലാസ്സുകളായിരിക്കും. രജിസ്റ്റർ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ ഉണ്ടാവും. എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഞാൻ ബാക്കി കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ. സോ എന്താണ് ഇന്ന് രാത്രിയിൽ തന്നെ, അതായത് ഏഷ്യ സെഷനിൽ തന്നെ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഗോൾഡ് ഒരു ദിവസം മൂവ് ചെയ്യേണ്ട ഓൾമോസ്റ്റ് ഒരു $40 മൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പം എന്താ പറയുക, താരിഫ് ഏർപ്പെടുത്തുന്ന പല കൺട്രീസിനെതിരെ താരിഫ് ഏറ്റെടുക്കുന്ന പല ഡിസിഷൻസും ഇന്ന് സംസാരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹമാസ് ഇസ്രായേൽ വാറിൻ്റെ സീസ്ഫെയർ നടന്നു. ഓക്കെ, സോ പക്ഷേ ഹമാസ് എത്രയും പെട്ടെന്ന് അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ എല്ലാ ബന്ദികളെയും ഒറ്റയടിക്ക് വിട്ടുകൊടുത്തില്ലെങ്കിൽ ഹമാസ് യഥാർത്ഥത്തിലുള്ള സംഭവം എന്താണെന്ന് അറിയും എന്നുള്ളൊരു ഒരു ഭീഷണിയും കൂടെ മുഴക്കിയിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയും കൂടെ ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്നത്. അപ്പം അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ അത് മാത്രമല്ല, അവിടെ ഒരു മീഡിയ ഇൻ്റർവ്യൂവിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതേപോലെ UK-ക്കെതിരെ താരിഫുകൾ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തിന് UK-ക്കെതിരെ താരിഫുകൾ ഉണ്ടാകില്ല എന്നുള്ളൊരു മറുപടിയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. പക്ഷേ ഓസ്ട്രേലിയക്കൊക്കെ ഉറപ്പായിട്ടും താരിഫ് ഉണ്ടാകും എന്നുള്ളൊരു കാര്യവും കൂടെ പുള്ളിക്കാരൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഇതൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ സൈഡിൽ നിന്ന് നോക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എഫക്റ്റ് എപ്പോൾ വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും അത് US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം മാത്രമായിരിക്കും ഇതിൻ്റെയൊക്കെ മാർക്കറ്റിൽ ഇതിനെ അഫക്റ്റ് ചെയ്യത്തുള്ളൂ. ഈ ഒരു ന്യൂസുകളൊക്കെ അല്ലെങ്കിൽ പുള്ളി പറയുന്ന കാര്യങ്ങളൊക്കെ മാർക്കറ്റിനെ മിക്കവാറും US മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷമായിരിക്കാം അഫക്റ്റഡ് ആവുന്നത്. ഓക്കെ, സോ നമുക്ക് അതുകൊണ്ടിട്ട് തന്നെ ഒരു കാരണവശാലും ഗോൾഡിൽ സെല്ല് ചെയ്ത് തുടങ്ങരുത്. ഉറപ്പായിട്ടും ബൈ ചെയ്ത് തന്നെ തുടങ്ങണം. നമ്മൾ എന്തായാലും ഗോൾഡിലോട്ട് വന്നതുകൊണ്ട് ഗോൾഡിൽ നിന്ന് തന്നെ ഇന്നത്തെ ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡിൻ്റെ കറണ്ട് പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പം 2916 ഇപ്പം നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ 6:52 UK-ൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്പ് സെഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 54 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഇതേവരെ ഒരു തീരുമാനം, ആ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ US മാർക്കറ്റ് അടച്ചിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ താരിഫിനെ കുറിച്ചൊക്കെ പറഞ്ഞത് കൊണ്ടിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ പെട്ടെന്ന് മുകളിലോട്ട് പോയി 42 വരെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നത്. ഓക്കെ, സോ ഇതിൻ്റെ യഥാർത്ഥ ഒരു ഇത് ഉറപ്പായിട്ട് എപ്പോൾ ഉണ്ടാവും, US സെഷൻ ഉണ്ടാവും അല്ലേ. സോ നമുക്ക് ഒരു കാരണവശാലും നമുക്കൊരു പ്രോപ്പർ ബൈ പോയിന്റ് ഒക്കെ എവിടെ നിന്ന് ഉണ്ടെന്ന് ചോദിച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ വലുതായിട്ട് പിടിയില്ലെങ്കിലും നമുക്ക് മാർക്കറ്റ് ഒന്ന് താഴോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഓൾറെഡി ഒരു ബൈ ലിമിറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. 2906 റേഞ്ചിൽ ഒരു ബൈ ലിമിറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാരണം ലോവർ പോയിന്റിൽ നിന്ന് ബൈ ചെയ്യാം എന്നുള്ളൊരു കാഴ്ചപ്പാടിലാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ലാത്ത കാര്യമാണ്. കാരണം US സെഷൻ എത്താൻ നേരത്ത് ചിലപ്പം 2960 അല്ലെങ്കിൽ 80 വരെയൊക്കെ എത്താനായിട്ടുള്ള ശക്തി മാർക്കറ്റിനുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. സോ എനിക്ക് ഒരൊറ്റ ബൈ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2900 കിട്ടിക്കഴിഞ്ഞാൽ ബൈ ചെയ്യുക. 2880 മാർക്കറ്റ് പോയാൽ ഒരു കാരണവശാലും പോകാനായിട്ടുള്ള യാതൊരു പോസിബിലിറ്റി ഇല്ല. എങ്ങാനും പോയി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നും ബൈ ചെയ്യുക എന്നുള്ള കാഴ്ചപ്പാട് മാത്രമാണ് എനിക്ക് ഗോൾഡിൽ പറയാനായിട്ടുള്ളത്. ഓക്കെ, കാരണം ഇന്നത്തെ റേഞ്ച് ഇച്ചിരി വലുതാണ്. 2900
2005 to 2960 വരെയൊക്കെ പോകാനുള്ള പോസിബിലിറ്റി വളരെ തുറന്നിട്ടുണ്ട്. 60 ബ്രേക്ക് ചെയ്ത 80 പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, സോ നമ്മളൊക്കെ ട്രേഡിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 1500 1600 റേഞ്ചിലായിരുന്നു ഗോൾഡ്. സോ അതൊക്കെ ഇപ്പം ഏകദേശം $1500 ആണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. ഓക്കെ, സോ ബേസിക്കലി അപ്പം ഇതാണ് എനിക്ക് ഗോൾഡിൽ പറയാനുള്ള. ഗോൾഡിൽ ബൈ അല്ലാതെ സെല്ലിലോട്ട് നിൽക്കരുത്. വേണമെങ്കിൽ റിസ്ക് എടുത്തിട്ട് 2930 അവിടെ വീണ്ടും റെസിസ്റ്റ് ചെയ്യും. ഇവിടെ കണ്ടോ 30 റെസിസ്റ്റ് ചെയ്തേക്കുന്നുണ്ടോ, 30 അവിടെ റെസിസ്റ്റ് ചെയ്താൽ അവിടുന്ന് വേണമെങ്കിൽ ഒരു സെല്ല് എടുക്കാം. റിസ്ക്കിയാണ്, നിങ്ങളുടെ താല്പര്യമാണ്. ഞാൻ ഒരിക്കലും ചെയ്യത്തില്ല സെല്ല്. കാരണം നമ്മൾ ട്രെൻഡിനനുസരിച്ച് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, സോ സെല്ല് എടുക്കാൻ വേണം എന്നുള്ള ആൾക്കാർക്ക് പക്ഷേ 42 മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെക്കണം. അത് ഹ്യൂജ് സ്റ്റോപ്പ് ലോസ് ഭയങ്കര കൂടുതലാണ്. ഓക്കെ, സോ ഇതാണ് എനിക്ക് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് പറയാനായിട്ടുള്ളത്. സോ നേരെ നമ്മൾ നമ്മുടെ JPYയിലോട്ട് വരുമ്പം JPY ഇപ്പം കറൻ്റ്ലി ട്രേഡ് ചെയ്യുന്നത് 151.90 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ് JPY നിൽക്കുന്നത്. നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിനോ ക്ലോസിങ്ങിനോ 152 മുകളിലായിട്ട് മാർക്കറ്റ് പോയാൽ അവിടുന്ന് നമുക്ക് JPY ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഒരു ക്യാൻഡിൽ പോലും 152 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് വന്നിട്ടില്ല എന്നുള്ളതാണ്. അത് ഇന്നലെയും വന്നിട്ടില്ല. ആപ്പടെ ജസ്റ്റ് 2 ക്യാൻഡിൽസ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഒരു മാർക്കറ്റ് ഓപ്പണിങ്സിന് പോലും അങ്ങനെ ഒരു ഇന്നലെയും ആയിട്ടില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇതൊരു മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ അല്ല. ഇവിടുത്തെ രാവിലെ 8 മണിക്കുള്ള ക്യാൻഡിലാണ്. അതൊരു മാർക്കറ്റ് ഓപ്പണിംഗ് ക്യാൻഡിൽ അല്ല. പക്ഷെ 9 മണിക്ക് ഏഷ്യ ക്ലോസ് ആവുന്ന സമയത്ത് ജസ്റ്റ് 52 മുകളിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് 52 മുകളിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇനി ഒരു ബൈ സൈഡിലോട്ട് JPY നിൽക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം. ഓക്കെ, സോ അതാണ് JPYയിലുള്ളൊരു ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. JPYയുടെ ഒരു റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒരു 151 to 154 എന്ന് പറയുന്നൊരു വൈഡർ റേഞ്ചിലോട്ട് JPY റീഅലൈൻമെൻറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. ഓക്കെ, സോ നേരെ നമ്മൾ യൂറോയിലോട്ട് വരുമ്പോൾ യൂറോ ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് യൂറോ 1.03053 ആ ഒരു റേഞ്ചിലാണ്. ഇന്നലെയും വലുതായിട്ടൊരു മൂവ്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇതൊരു ബൈ പോയിന്റ് ആണ് ആക്ച്വലി. പക്ഷേ ഒരു ബെറ്റർ ബൈ പോയിന്റ് ഒന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഒരു 0.1 ലോട്ടിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു 0.2 ലോട്ടോ 0.3 ലോട്ടോ ട്രേഡ് ചെയ്യാം. ഓക്കെ, പക്ഷെ ബെറ്റർ ബൈ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ 1.02 ഇവിടുന്ന് ഒരു 100 പിപ്പ് താഴെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ബെറ്റർ ബൈ പോയിന്റ് ആയിരിക്കും. 1.02 എന്താ പറയുക 00 എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നമുക്കൊരു ബെറ്റർ ബൈ പോയിന്റ് ആയിരിക്കും. ഉറപ്പായിട്ടും ഒരു 60 പിപ്സ് എങ്കിലും നമ്മൾ അവിടുന്ന് നമുക്ക് സ്റ്റോപ്പ് ലോസ് ഇടേണ്ടി വരും. ഓക്കെ, അല്ല നമുക്ക് ഇപ്പോൾ ഉള്ള പോയിന്റിൽ നിന്ന് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ലോട്ട് നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. ഒരു ബെറ്റർ ബൈ പോയിന്റ് എപ്പോഴും 1.0500 മുകളിലായിട്ട് 2 മാർക്കറ്റ് ഓപ്പണിങ്സിന് മാർക്കറ്റ് കിടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് യൂറോയിൽ ഒരു ബൈ പോയിന്റ് ഉള്ളത്. ഓക്കെ, സോ അത് മാത്രമല്ല യൂറോയിനെ കുറിച്ച് എനിക്ക് പറയാനുള്ള യൂറോയിലൊരു വലിയ ഓപ്പർച്യൂണിറ്റി ഒളിഞ്ഞ് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടെ എനിക്ക് നിങ്ങളടുത്ത് പറയാനായിട്ടുണ്ട്. കാരണം നമുക്കൊരു ബെറ്റർ ബൈ പോയിന്റ് എവിടെയെങ്കിലും ഒരു ലോങ്ങർ ടേമിലൊക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോയിന്റിൽ നിന്നൊക്കെ നല്ല രീതിയിൽ ബൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും നമ്മുടെ റഷ്യ ഉക്രൈൻ വാറിനൊരു സീസ് ഫയർ ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് സംഭവിക്കും, യൂറോ ഭയങ്കര ലെവലിൽ കുത്തനെ മുകളിലോട്ട് പോകുന്ന ഒരു കാഴ്ചയെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ അത് മനസ്സിൽ വെക്കുക. വേണമെന്നുള്ള ആൾക്കാർക്ക് ഇപ്പോഴേ ബൈ ചെയ്ത് തുടങ്ങാം. ഓരോ നല്ല പോയിന്റ്സ് എത്താൻ നേരത്ത് ബൈ ചെയ്ത് ലോങ്ങർ ടേമിലോട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടിട്ടാണ് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. ഓക്കെ, സോ ഇതാണ് എനിക്ക് യൂറോയിൽ പറയാനായിട്ടുള്ളത്. നേരെ നമ്മൾ നമ്മുടെ GBPയിലോട്ട് വരുമ്പം GBP ഇന്നലെ കുറച്ചും കൂടെ GBP ഇന്നലെ മൂവ് ചെയ്തതേ ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അല്ലേ. GBP 1.2400 അടുത്ത് വാങ്ങിയിട്ടുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇപ്പോൾ അടിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ ഇന്നലെ വലുതായിട്ട് മൂവ് ചെയ്തിട്ടില്ല. ഒരു ബെറ്റർ ബൈ പോയിന്റിലാണ് നമ്മൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ 1.23
00 ആണ്. ഓക്കെ, 1.2300 അടുത്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ബൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് GBPയിൽ എനിക്ക് പറയാനായിട്ടുള്ളത്. അല്ലാതെ അല്ലെങ്കിൽ എന്താ പറയുക, 2 മാർക്കറ്റ് ഓപ്പണിങ്സിനും 1.2400 മുകളിൽ കടന്നാലും നമുക്ക് വേണമെങ്കിൽ ബൈ ചെയ്യാം. GBP ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ഒരു ലോങ്ങർ ടേമിലോട്ട് പ്ലാൻ ചെയ്യണം എന്നുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ബൈ ചെയ്യാം. മിനിമം ഒരു 1500 പിപ്സ് ഒക്കെ നമുക്ക് ഒരു വർഷം കൊണ്ടിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാം. ഒരു ലോട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാർക്ക് $15,000 $15,000 ആയിരിക്കും അങ്ങനെ ചെയ്താലുണ്ടാവുന്ന എന്താ പറയുക പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ അങ്ങനെ ചെയ്യേണ്ടുള്ള ആൾക്കാർക്ക് ട്രേഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്ത് സെല് ചെയ്ത് പോവാം. അതെല്ലാം നിങ്ങളുടെ പേഴ്സണൽ താല്പര്യങ്ങളാണ്. പക്ഷെ ഉറപ്പായിട്ടും അടുത്തൊരു വർഷം കഴിയുമ്പോൾ മാർക്കറ്റ് 1.400 ആ ഒരു ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് എത്താനുള്ള എല്ലാ പോസിബിലിറ്റിയും ഉണ്ട്. ബ്രിട്ടീഷ് പൗണ്ട് ഒരു കാരണവശാലും സെല് ചെയ്യേണ്ട പ്രോഡക്റ്റ് അല്ല. ബ്രിട്ടീഷ് പൗണ്ട് ബൈ ചെയ്യുക എന്നുള്ളത് മാത്രം, ആ ഒരു കാഴ്ചപ്പാടിൽ മാത്രം മുന്നോട്ട് പോവുക. കാരണം ഇപ്പം തന്നെ താരിഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ UK താരിഫില്ല എന്നുള്ളൊരു കാര്യമാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പക്ഷേ യൂറോ സോണിലുള്ള കൺട്രീസിൻ്റെ സ്ഥിതി അതല്ല. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ UK ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു കൺട്രിയാണ്. അതുകൊണ്ടിട്ട് തന്നെ UK കറൻസി ആയിട്ടുള്ള GBPയും ഒരു സ്റ്റേബിളായിട്ടുള്ള കറൻസിയാണ്. നമുക്കത് ധൈര്യമായിട്ട് വാങ്ങിക്കൊണ്ട് കച്ചവടം ചെയ്യാം എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിൽ വെക്കുക. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസം പറയാനായിട്ടുള്ളത്. ഇന്ന് JPY എന്താ പറയുക, JPY ഇന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. JPY ഇന്ന് JPY ജപ്പാൻ മാർക്കറ്റ് അവധിയാണ്. ഓക്കെ, അതുകൂടെ മനസ്സിൽ വെക്കുക. ഓക്കെ, അതുകൊണ്ട് JPYയിൽ ട്രേഡുകൾ ഒഴിവാക്കുന്നതായിരിക്കും ബെറ്റർ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കുക. ഞാൻ ഇതിനെക്കുറിച്ച് പറയാൻ വിട്ടുപോയതാണ്. ഓക്കെ, സോ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഡിസ്കഷനിൽ പറയാനായിട്ടുള്ളത്. നാളെ നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടിട്ട് തന്നെ ഭയങ്കര വലിയ റിസ്ക് ഒന്നും എടുക്കാതിരിക്കുക. ഒരു ട്രേഡും സ്റ്റക്കായി പോവാതിരിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. കാരണം CPIക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുന്നതായിരിക്കും ബെറ്റർ ആയിട്ടുള്ളൊരു കാര്യം എന്ന് വീണ്ടും ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷനായിട്ട് നാളെ കാണുന്നത് വരെ ഗുഡ് ബൈ.